Classification of morphemes. Classification of morphemes. Morphemes may be classified on the basis of formal, functional and structural criteria. മൂന്ന് criteria ആണ് formal, functional and structural criteria. We can distinguish chiefly between lexical morphemes and grammatical morphemes. മൂന്ന് ക്രൈറ്റീരിയയിൽ മൂന്ന് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം മോർഫീംസിനെ. Lexical morphemes and one criteria lexical morphemes and grammatical morphemes. Next free morphemes and bound morphemes. Next roots and affixes. Okay. Lexical, first one lexical morphemes and grammatical morphemes. Lexical എന്ന് പറയുമ്പോൾ നമുക്കറിയാം content words, those morphemes which have more or less independent meaning, so that one or a series of them in isolation can be fairly meaningful, are called lexical morphemes. An example പറയുമ്പോൾ nouns, verb, adjectives, adverbs, these all are content words ആണ്. ഇതെല്ലാം lexical morphemes ആണ്. അതായത് അത് സ്വന്തമായിട്ട് നിൽക്കുമ്പോൾ എന്താണ് ഒരു മീനിങ് ഉണ്ട്. സോ ദാറ്റ് വൺ ഓർ എ സീരീസ് ഓഫ് ദം ഇൻ ഐസൊലേഷൻ ക്യാൻ ബി, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഒന്നോ അല്ലെങ്കിൽ അത് സീരീസ് ആയിട്ട് കാണുമ്പോൾ ഐസൊലേഷനിൽ അതിന് മീനിങ് ഫുൾ ആണ്. അങ്ങനെയുള്ളതാണ് ലെക്സിക്കൽ മോർഫീംസ്. നെക്സ്റ്റ് ഗ്രാമാറ്റിക്കൽ മോർഫീംസ് ആണ്. അപ്പോൾ ലെക്സിക്കൽ മോർഫീംസിന് എക്സാമ്പിൾ നൗണ്, വെർബ്, അഡ്ജക്റ്റീവ്സ് എല്ലാം കണ്ടന്റ് വേഴ്സ്, ഇതിൻ്റെ കണ്ടന്റ് വേഴ്സ് എന്ന് പറയും. ഗ്രാമാറ്റിക്കൽ മോർഫീമിൽ വരുന്ന ആർട്ടിക്കിൾസ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇതൊക്കെ ഫങ്ഷൻ ക്ലാസ് വേർഡ്സ് എന്ന് പറയും. അതുപോലെ നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന ഫോംസ്, ഡിനോട്ടിങ് സിഗ്നിഫൈങ് നമ്പർ, ജെൻഡർ, ടെൻസ്, ജെൻഡറിൽ ഇപ്പോൾ വ്യത്യാസം നമ്മൾ കാണിക്കുന്ന ഇത്. അതുപോലെ ടെൻസ്, ഇപ്പോൾ എസ് നമ്മൾ പ്ലൂറലിൽ ഉപയോഗിക്കുന്ന എസ്, പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ടെൻസിലെ ED, അങ്ങനെയുള്ളതൊക്കെ ഏതിൽപ്പെടും? ഗ്രാമാറ്റിക്കൽ മോർഫീംസിൽ പെടും. ഓക്കെ. അപ്പോൾ ഗ്രാമാറ്റിക്കൽ മോർഫീംസ് ആ ഗ്രാമാറ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണ്. അതായത് അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ അത് ഗ്രാമാറ്റിക്കലി ED എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രാമാറ്റിക്കൽ മീനിങ് അതിൽ വേണ്ട, അത് ED അതിൻ്റെ ആണെന്നുള്ളത്. ബട്ട് അൺലൈക്ക് കണ്ടന്റ് വേർഡ്സിനെ പോലെ സെമാൻറ്റിക്കലി ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, ഗ്രാമാറ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണ്. അതായത് ED എന്ന് മാത്രം എടുക്കുമ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ എന്താണ് ഈസ്, അല്ലെങ്കിൽ ING, ദ, വിത്ത്, ഇതൊക്കെ മാത്രം എടുക്കുമ്പോൾ അതിന് മീനിങ് വരുന്നില്ല. പക്ഷേ അത് ഗ്രാമാറ്റിക്കലി അതിന് മീനിങ് ഉണ്ട്. അത് പ്രൊപ്പോസിഷനാണ്, മറ്റേതാണ്, അങ്ങനെ നമ്മൾ ഓരോന്നും ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് കാണിക്കാനാണെന്നൊക്കെ തോന്നുന്നു. ഗ്രാമാറ്റിക്കലി അതിന് മീനിങ് ഉണ്ട്, പക്ഷേ അല്ലാണ്ട് അതിന് മീനിങ് ഇല്ല. അല്ലാണ്ട് സെമാൻറ്റിക്കലി അതിൻ്റെ മീനിങ് സെമാൻറ്റിക്കലി ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, പക്ഷേ ഗ്രാമാറ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണ്. They include articles, preposition, conjunction, etc. known as function class words and forms indicated number, gender, tense നമ്മൾ പറഞ്ഞ പോലെ. ഫോർ എക്സാമ്പിൾ നമ്മളൊരു സെൻറ്റൻസ് പറയാണ്, ദ ബോയ് കട്ട് മാംഗോ നൈഫ് എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് പൂർണ്ണമാവോ? ഇല്ല. ദ ബോയ് ഈസ് കട്ടിങ് എ മാംഗോ വിത്ത് എ നൈഫ് എന്ന് പറയണം. അതായത് ഫംഗ്ഷൻ ക്ലാസ് വേർഡ്സ് ആയി ഗ്രാമാറ്റിക്കൽ മോർഫീംസ് കൊണ്ട് ഉപയോഗിച്ചാലാണ് നമുക്ക് ഈ ലെക്സിക്കൽ മോർഫീംസ് മാത്രം ഉപയോഗിച്ചാൽ പോരാ. അതായത് ദ ബോയ് ഈസ് കട്ടിങ് മാംഗോ വിത്ത് നൈഫ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൽ ബോയും, കട്ട്, മാംഗോ, നൈഫ് ഇതെല്ലാം ലെക്സിക്കൽ മോർഫീംസ് ആണ്. ദ, ഈസ്, ING, എ, വിത്ത് ഇതെല്ലാം ഗ്രാമാറ്റിക്കൽ മോർഫീംസ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ഫ്രീ ആൻഡ് ബൗണ്ട് മോർഫീംസ്. ഫ്രീ ആൻഡ് ബൗണ്ട് മോർഫീംസ്. ഈ ഫ്രീ മോർഫീംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞ ലെക്സിക്കൽ ആൻഡ് ഗ്രാമാറ്റിക്കൽ മോർഫീംസ് പോലെ തന്നെയാണ്. ഇത് ലെക്സിക്കലും ഫ്രീ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ലെക്സിക്കൽ മോർഫീംസ്, മോസ്റ്റ് ലെക്സിക്കൽ മോർഫീംസ് എല്ലാം ഫ്രീ മോർഫീംസ് ആണ്. പിന്നെ ബൗണ്ട് മോർഫീംസ് എന്ന് പറഞ്ഞാൽ ഗ്രാമാറ്റിക്കൽ മോർഫീംസ് നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെ. അതായത് ലെക്സിക്കൽ മോർഫീംസ് ക്യാൻ ഒക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അതിന് നിൽക്കാൻ പറ്റും. അതുപോലെ കോമ്പിനേഷൻ വിത്ത് അതർ മോർഫീംസുമായിട്ടും ലെക്സിക്കൽ ഫ്രീ മോർഫീംസിൽ നിൽക്കാൻ പറ്റും. അതിന് എക്സാമ്പിളാണ് ലാഫ്, മാൻ, ട്രീ, മിക്ക നൗൺസും ഒക്കെ ഫ്രീ മോർഫീംസ് ആണ്. കാരണം അത് സെപ്പറേറ്റ് ആയിട്ട് നിന്നാൽ അതിന് മീനിങ് ഉണ്ട്, കോമ്പിനേഷനിലും അതിന് മീനിങ് ഉണ്ട്. പക്ഷേ ബൗണ്ട് മോർഫീംസ് അങ്ങനെയല്ല, കനോട്ട് ഒക്കർ ഇൻഡിപെൻഡൻ്റ്ലി. സ്വന്തമായിട്ട് അതിന് നിൽക്കാൻ പറ്റില്ല, കാരണം സ്വന്തമായിട്ട് നിന്നാൽ അതിന് മീനിങ് ഇല്ല, ആരെങ്കിലും കൂടെ നിൽക്കണം. എക്സാമ്പിൾ ED, ING, S,
അൺ അങ്ങനെയുള്ള ഇപ്പോൾ സിംഗിങ് എന്നുള്ള വേർഡിൽ ING, വോക്ക്, ലീഡ്, അതൊക്കെ ഈ ലെക്സിക്കൽ ഈ ബൗണ്ട് മോർഫിയം ഏതാണ്? ഫ്രീ മോർഫിയം ആയിട്ടുള്ള സിങ്ങിൻ്റെയും വോക്കിൻ്റെയും ഒക്കെ കൂടെയാണ് നിൽക്കുന്നത്. ചില സമയത്ത് ബൗണ്ട് മോർഫിംസ് തന്നെയായിട്ട് കൂടെ നിൽക്കും. അത് കൺസീവില് കണ്ണൊരു ബൗണ്ട് മോർഫിയമാണ്, അതിൻ്റെ കൂടെ അടുത്ത ബൗണ്ട് മോർഫിയമായ സീവ് നിൽക്കുന്നു, സീവ്. അപ്പോൾ ബോത്ത് മോർഫിംസ് ആർ ബൗണ്ട്. അപ്പോൾ അതാണ് ലെക്സിക്കൽ ആൻഡ് ഫ്രീ ആൻഡ് ബൗണ്ട് മോർഫിംസ്. ഫ്രീ മോർഫിംസ് ആർ ദോസ് മോർഫിംസ് which can occur independently or in combination with other morphemes. They can stand alone as independent words. All others are bound. Most lexical morphemes അങ്ങനെയാണ്. Bound morphemes cannot occur independent. They always attach to other morphemes. Okay, but they occur with other morphemes which may be free or bound. Next classification വരുന്നത് roots and affixes. Next classification, third criteria വെച്ച് roots and affixes. Roots and affixes root means nucleus of the word എന്നാണ്. അതായത് morphemes in any language may be classified into roots and affixes. The root or base constitutes core or nucleus of words and carries the principal semantic load. An affix on the other hand is a bound morpheme. നമ്മൾ ഫ്രീ ആൻഡ് ബൗണ്ട് മോർഫീമിൽ പഠിച്ചപ്പോഴുള്ള ബൗണ്ട് മോർഫീം ആണ്, ഏതാണ്ട് ബൗണ്ട് മോർഫീം ആണ് അഫിക്സ് എന്ന് പറയുന്നത്, which is attached to another morpheme or combination of morphemes. അപ്പോൾ when all the affixes are removed, what remains is the root or basis. അതായത് എല്ലാ അഫിക്സും മാറ്റിക്കഴിഞ്ഞാൽ ആ ഒരു കോർ ആയിട്ടുള്ള ഒരു വേർഡിൻ്റെ ന്യൂക്ലിയസ് ആയിട്ടുള്ള പോർഷനെയാണ് റൂട്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന വേർഡിൽ ഫ്രണ്ടാണ് അതിൻ്റെ കോർ, അതിനോടുകൂടി ചേർത്തേക്കുന്ന അഫിക്സ് ആണ് അല്ലെങ്കിൽ ബൗണ്ട് മോർഫീം വരുന്നത്, അതാണ് ഷിപ്പ്. അപ്പോൾ ഫ്രണ്ട് റൂട്ടും ഷിപ്പ് അഫിക്സും ആണ്. ഓക്കെ, so in general affixes are subsidiary to roots, while roots are the centers of such constructions as words, and it is the root or the base that is modified by the different processes of word formation. ഇനി ഇതിൽ സ്റ്റെം എന്നൊരു വാക്കുണ്ട്. എന്താണ് സ്റ്റെം എന്ന് നമുക്ക് നോക്കാം. അതായത് ദ ഫോം ടു വിച്ച് ആൻ അഫിക്സ് ഈസ് അറ്റാച്ച്ഡ് ഈസ് കോൾഡ് എ സ്റ്റെം. അതായത് അഫിക്സ് അറ്റാച്ച് ചെയ്തേക്കുന്ന ഏതിലെയാണോ, ഏത് പോർഷനിലാണോ അഫിക്സ് അറ്റാച്ച് ചെയ്തേക്കുന്നത് അതിനെയാണ് സ്റ്റെം എന്ന് പറയുന്നത്. ഓക്കെ, ദസ് ഇൻ ദ വേർഡ് ഫ്രണ്ട്ഷിപ്പ്. ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള വേർഡ് തന്നെ നമുക്ക് എടുക്കാം. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന വേർഡ് എടുക്കുമ്പോൾ നോക്കാം, ഫ്രണ്ട്ഷിപ്പ്, ഈ ഫ്രണ്ട് ഇവിടെ റൂട്ടാണ്, നമ്മൾ പറഞ്ഞു ഫ്രണ്ട് റൂട്ടാണ്, ഷിപ്പ് അഫിക്സ് ആണ്. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന വേർഡിൽ ഈ ഷിപ്പ് എന്നുള്ള അഫിക്സ് ഏതിനോടാണ് ചേർന്നിരിക്കുന്നത്? ഫ്രണ്ടിനോടാണ്. ഇപ്പോൾ ഫ്രണ്ട്ഷിപ്സ് എന്ന വേർഡ് ആയിരുന്നുവെങ്കിൽ, ഫ്രണ്ട്ഷിപ്സ് എന്നാണെങ്കിൽ ഇതിൽ എസ് അഫിക്സ് ആണ്, ഷിപ്പ് അഫിക്സ് ആണ് അല്ലേ. അപ്പോൾ ഫ്രണ്ട് റൂട്ടാണ്. ഇവിടെ ഈ ഷിപ്പ് അല്ലെങ്കിൽ എസ് ഷിപ്സ് ചേർന്നിരിക്കുന്ന ഏതിനോട് ചേർന്നാണ് ഇരിക്കുന്നത്? ഫ്രണ്ടിനോടാണ്. അപ്പോൾ അവിടെ ഫ്രണ്ടാണ് സ്റ്റെം. ഏതാണോ അഫിക്സ് ചേർന്നിരിക്കുന്ന ഭാഗം അതാണ് സ്റ്റെം, ഫ്രണ്ടാണ് സ്റ്റെം. ഈ സ്റ്റെമ്മിൽ തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഈ ഫ്രണ്ട് എന്ന് പറയുന്ന ഇതിൽ ഫ്രണ്ട്ഷിപ്പ്, ഇപ്പോൾ ഫ്രണ്ട്ഷിപ്സ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഫ്രണ്ട്ഷിപ്പ് സ്റ്റെം ആയിരുന്നു. ഫ്രണ്ട്ഷിപ്സിൽ എസ് അഫിക്സും ഫ്രണ്ട്ഷിപ്പ് സ്റ്റെമ്മുമാണ്. വീണ്ടും അതിൽ തന്നെ ഈ സ്റ്റെമ്മിൽ തന്നെ വീണ്ടും ഒരു സ്റ്റെമ്മും അഫിക്സ് ഉണ്ട്. എന്താണ്? ഫ്രണ്ട്ഷിപ്പിൽ തന്നെ ഫ്രണ്ട് സ്റ്റെമ്മും ഷിപ്പ് അഫിക്സും ആണ്. മനസ്സിലായോ? അതായത് ഫ്രണ്ട്ഷിപ്സും എന്ന ഈ വേർഡ് എടുക്കുമ്പോൾ അതിൻ്റെ എസ് ഓരോന്നോരോന്നായി ഡിവൈഡ് ചെയ്യാണ്. എസ് അഫിക്സും ഫ്രണ്ട്ഷിപ്പ് സ്റ്റെമ്മും ആണ്. ഫ്രണ്ട്ഷിപ്പ് എന്ന സ്റ്റെമ്മിൽ ഫ്രണ്ട് സ്റ്റെമ്മും ഷിപ്പ് അഫിക്സുമാണ്. വീണ്ടും ഇനി ഫ്രണ്ട് എന്ന് പറയുന്ന സ്റ്റെമ്മിന് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലാത്ത അവസാനം കിട്ടുന്ന സ്റ്റെമ്മാണ് റൂട്ട്. റൂട്ട് ഒരിക്കലും നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഷിപ്പ് എസ് എന്ന് പറയുന്ന അഫിക്സിൻ്റെ കൂടെ വന്നിരിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് സ്റ്റെമ്മാണ്. ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന സ്റ്റെമ്മിൽ വീണ്ടും ഷിപ്പ് അഫിക്സും ഫ്രണ്ട് സ്റ്റെമ്മുമായി. ഈ സ്റ്റെമ്മായ ഫ്രണ്ടിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അത് റൂട്ട് എന്ന് പറയും. ഓക്കെ, സോ ഫ്രണ്ട് റൂട്ടാണ്, ഷിപ്പ് അഫിക്സ് ആണ്. അൺകൈൻഡ്ലിയിൽ കൈൻഡ് ഈസ് എ റൂട്ട്. അൺകൈൻഡ്ലി നോക്കി, ഇവിടെ കൈൻഡ് റൂട്ടാണ്, ലീയും അണ്ണും അഫിക്സ് ആണ്, കൈൻഡ് ആണ് അതിൻ്റെ റൂട്ട്. അപ്പോൾ ഇൻ ജനറൽ അഫിക്സസ് സബ്സിഡിയറി ടു റൂട്ട്സ് അത് നമ്മൾ പറഞ്ഞതാണ്.
അപ്പോൾ ദ ഫോം ടു വിച്ച് ആൻ അഫിക്സ് ഈസ് കോൾഡ് സ്റ്റെം, അതാണ് സ്റ്റെം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രക്ചർ സ്റ്റെം മേ ബി ക്ലാസിഫൈഡ് ആയിട്ട് സിമ്പിൾ സ്റ്റെംസിനും ഡിറൈവ്ഡ് സ്റ്റെംസിനും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്റ്റെമ്മിനെ സിമ്പിൾ സ്റ്റെംസും ഡിറൈവ്ഡ് സ്റ്റെംസിനും ക്ലാസിഫൈഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ സ്റ്റെംസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ മോർഫീമാണ് അതിലുണ്ടാവുള്ളൂ. ഇപ്പോൾ ബോയ് ഒക്കെ പോലെ സിംഗിൾ മോർഫീം. ഡിറൈവ്ഡ് സ്റ്റെംസ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ മോർഫീം ഉണ്ട്. ബോയിഷ് ഉണ്ടല്ലേ, BOYISH, അതിൽ മോർ ദാൻ വൺ ബോയ് ഉണ്ട്, ഇഷ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ബോയിഷ്, ഗേളിഷ്, സിംഗർ അതൊക്കെയാണ് ഡിറൈവ്ഡ് സ്റ്റെംസ് ടു വിച്ച് അനദർ അഫിക്സ് ക്യാൻ ബി അറ്റാച്ച്ഡ്. Such information about the morphemic structure of birds and that is their morphological analysis can be represented through this diagram. നോക്കി, unknowingly എന്ന് പറയുന്ന വേർഡിൽ അഫിക്സ് ഏതാണ്? അണ്ണാണ്. നോ അണ്ണാണ് ഇതിൻ്റെ അഫിക്സ്. ഇതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെം ഏതാണ്? നോവിംഗ്ലി ആണ്. നോവിംഗ്ലി എന്ന സ്റ്റെമ്മിനെ വീണ്ടും ഡിവൈഡ് ചെയ്തേക്കാണ് നോവിങ് എന്ന സ്റ്റെമ്മും ലീ എന്ന അഫിക്സും. ആ സ്റ്റെമ്മിനെ വീണ്ടും ഡിവൈഡ് ചെയ്തേക്കാണ് നോ എന്ന സ്റ്റെമ്മും പിന്നെ ING എന്നുള്ള അഫിക്സും. ഓക്കെ, അപ്പോൾ വീണ്ടും ഡിവൈഡ് ചെയ്ത അവസാനം നോയിനെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് അതിൻ്റെ റൂട്ടെന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ് us see the classification of affixes. റൂട്ടും അഫിക്സസും എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് അഫിക്സസിന് തന്നെ കുറച്ച് ക്ലാസിഫിക്കേഷൻ രണ്ട് തരത്തിൽ. ഒന്ന് പ്രിഫിക്സ്, ഇൻഫിക്സ്, സഫിക്സ് എന്ന ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് ഇൻഫ്ലക്ഷണൽ ആൻഡ് ഡെറിവേഷണൽ അഫിക്സസ്. പ്രിഫിക്സ് മീൻസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അൺഹാപ്പി എന്ന വേർഡ് എടുക്കുമ്പോൾ നമുക്കറിയാം അവിടെ അണ്ണാണ് എന്ത് അഫിക്സ് ആയിട്ട് വരുന്നത്. ഹാപ്പിയാണ് സ്റ്റെം ഓർ റൂട്ട് ആയിട്ട് വരുന്നത്. അതായത് അഫിക്സിൻ്റെ ഫോളോ ചെയ്ത് അഫിക്സ് ഏതിനോട് ചേർന്ന് നിൽക്കുന്നോ അതാണ് അതിൻ്റെ സ്റ്റെം. ഇവിടെ റൂട്ട് കാണാൻ, കാരണം ഹാപ്പിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് റൂട്ടാണ് ഹാപ്പി. അപ്പോൾ സ്റ്റെമോ റൂട്ട് ഹാപ്പിയാണ്. ഇത് അഫിക്സ് ആണ്. ഈ അഫിക്സിൽ ഈ റൂട്ടിൻ്റെ ബിഫോർ വരുന്നതാണ് എന്ത്? പ്രിഫിക്സ്. ഈ റൂട്ടിന് ശേഷം, റൂട്ട് കഴിഞ്ഞ് ഫോളോ ചെയ്ത് വരുന്ന അഫിക്സിനെയാണ് സഫിക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ അൺഫെയ്ത്ത്ഫുൾ എടുത്തപ്പം നമുക്കറിയാം അണ്ണ് ഇവിടെ പ്രിഫിക്സ് ആണ്, ഫുള്ള് സഫിക്സ് ആണ്. ഫുള്ളും അണ്ണും അഫിക്സസ് ആണ്. അതായത് ആ റൂട്ടിനോട് ചേർന്ന് വെക്കുന്ന ആ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മീനിങ് ഇല്ലാത്ത സംഭവമാണ് ഫുള്ളും അണ്ണും. അത് പ്രിഫിക്സ് ആണ്. അൺഫെയ്ത്ത്ഫുള്ളിൽ ഫെയ്ത്ത്ഫുൾ എന്ന സ്റ്റെമ്മാണ്. ഈ ഫെയ്ത്ത്ഫുൾ എന്ന സ്റ്റെമ്മിൽ ഫെയ്ത്ത് വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ ഫെയ്ത്ത് വേറൊരു സ്റ്റെം, ഫുള്ള് അഫിക്സ്. അണ്ണും അഫിക്സ് ആണ്. അതിൽ അണ്ണിനെ പ്രിഫിക്സ് എന്ന് പറയുന്നു, കാരണം അതിന് മുമ്പാണ്, പ്രൊസീഡ് ചെയ്യുന്നതുകൊണ്ട്. ഫുള്ളിനെ അത് ഫോളോ ചെയ്യുന്നതുകൊണ്ട് അതിന് സഫിക്സ് എന്ന് പറയുന്നു. ഓക്കെ, ഇതാണ് പ്രിഫിക്സും സഫിക്സും. ഇനി ഇൻഫിക്സ് ഉണ്ട്. അതായത് അപ്പോൾ അഫിക്സസ് ആർ ബൗണ്ട് മോർഫീംസ് അറ്റാച്ച്ഡ് ടു ദ സ്റ്റെം വിച്ച് മേ ബി റൂട്ട് ഓർ ബേസ്. സോ based on their position with regard to the stem, affix may be classified as prefix, infix and suffix. An affix that is attached at the beginning of a stem is called a prefix. An affix that is attached to the end of a stem is called a suffix. നമ്മൾ പറഞ്ഞ ഫെയ്ത്ത്ഫുള്ളിൻ്റെ ഫുള്ള്, ഹാപ്പിലിയുടെ ലീ അതൊക്കെയാണ്. ഇനി വേറെ ഒരെണ്ണമുള്ള ഇൻഫിക്സ് ആണ്. ഇൻഫിക്സസ് ആർ ഇൻസേർട്ടഡ് അറ്റ് ദി മിഡിൽ ഓഫ് ദ സ്റ്റെം. നമ്മൾ ദിസ് ടൈപ്പ് ഓഫ് അഫിക്സസ് അൺകോമൺ, ഇംഗ്ലീഷിൽ അൺകോമൺ ആണ്, അതുകൊണ്ടാണ് എക്സാമ്പിൾ ചെയ്തത്. ലാംഗ്വേജസ് ലൈക്ക് അറബിക്, സുഡാനീസിലൊക്കെ ഇൻഫിക്സസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ടാഗലോഗ് എന്ന് പറയുന്നതാണ്. ദർ ഈസ് ദ വേർഡ് പ്യുമീലിറ്റ് എന്ന് പറയുന്നൊരു പ്യുമീലിറ്റ്, വിച്ച് മീൻസ് വൺ ഹൂ ഡസ് എഫേർട്ട് എന്നാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ സ്റ്റെം പീലിറ്റ് ആൻഡ് ദി ഇൻഫിക്സ് എന്ന് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ദ മീനിങ് ഓഫ് ദ ഇൻഫിക്സ് ഈസ് വൺ ഹൂ ഡസ്. അത് നമ്മൾ ഇംഗ്ലീഷിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. ഇതിൽ മെയിൻ ആയിട്ടുള്ള സഫിക്സും പ്രിഫിക്സുമാണ് പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ ഈ മൂന്ന് ഡിവിഷനാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. നെക്സ്റ്റ് ഡെറിവേഷണൽ ആൻഡ് ഇൻഫ്ലക്ഷണൽ അഫിക്സസ്. ഓക്കെ, അഫിക്സസിൻ്റെ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ഡെറിവേഷണൽ, ഇൻഫ്ലക്ഷണൽ അഫിക്സസ് ആൻഡ് ഡെറിവേഷണൽ അഫിക്സസ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ സഫിക്സ്, പ്രിഫിക്സ്, ഇൻഫിക്സ് എന്ന്. പിന്നെ അഫിക്സസിൻ്റെ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ രണ്ടാമത് ഇൻഫ്ലക്ഷണൽ അഫിക്സസും ഡെറിവേഷൻ. ഇൻഫ്ലക്ഷണൽ അഫിക്സസ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ടു ഇൻഫ്ലക്റ്റ് വേർഡാണ്.
ഡെറിവേഷണൽ അഫിക്സസ് യൂസ് ടു ഡിറൈവ് വേർഡ്സ്. അതായത് ആ അഫിക്സ് കൂട്ടുമ്പോൾ ഒരു വേർഡ് ഡിറൈവ് ചെയ്യുന്നു. ഇതിൽ ഒരു വേർഡിൽ വേർഡിനെ ഇൻഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ അഫിക്സ് ചേർക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം പ്ലൂരല് നമ്മൾ പറഞ്ഞാൽ എസ്, ING, ED, ജെൻഡറിനെ ഇൻഫോം ചെയ്യുന്നത്, ടെൻസിനെ കാണിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ളത് ഇൻഫ്ലക്ഷണൽ അഫിക്സസ് ആണ്. അപ്പോൾ ഇൻഫ്ലക്ഷണൽ അഫിക്സസ് ആർ affixes which change only the form of a word and not its class. അതിൽ ക്ലാസ് ചേഞ്ച് ചെയ്യുന്നില്ല, ഫോം മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നുള്ളൂ, ഓർ മീനിങ്, ആൻഡ് ദെർഫോർ ദേ ഡു നോട്ട് ക്രിയേറ്റ്, അതുകൊണ്ട് ഒരു ന്യൂ വേർഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ ലാഫിൻ്റെ ലാഫ്സ്, ലാഫിങ്, ലാഫ്ഡ്, അതിലെ ING, ED, S ഇവയൊക്കെ ഇൻഫ്ലക്ഷണൽ സഫിക്സസ് ആണ്. ലാംഗ്വേജസ് അപ്പോൾ അഫിക്സസ് യൂസ് ടു ഇൻഫ്ലക്റ്റ് വേർഡ്സ് ഓർ ടു ഇൻഡിക്കേറ്റ് ഗ്രമാറ്റിക്കൽ റിലേഷൻസ്, ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സൂചിപ്പിക്കുന്ന അഫിക്സസിനെയാണ് ഇൻഫ്ലക്ഷണൽ അഫിക്സസ് എന്ന് പറഞ്ഞാൽ. അതിൽ തന്നെ ഇൻഫ്ലക്ഷണൽ സഫിക്സസ് ഉണ്ട്, ഡെറിവേഷണൽ സഫിക്സസ് ഉണ്ട്, ഡെറിവേഷണൽ പ്രിഫിക്സസ് ഉണ്ട്, ഇൻഫ്ലക്ഷണൽ പ്രിഫിക്സസും ഉണ്ട്. അതിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇൻഫ്ലക്ഷണൽ സഫിക്സസിൻ്റെ കാര്യമാണ്. ഈ ലാഫ്സ്, ലാഫിങ്ങിൽ ING, ED, S ഒക്കെ അങ്ങനെയുള്ളതാണ്. ദേ ഡു നോട്ട് ഫോം ന്യൂ വേർഡ്സ് ബട്ട് സെർവ് ടു ഇൻഡിക്കേറ്റ് ഗ്രമാറ്റിക്കൽ റിലേഷൻസ് സച്ച് ആസ് നമ്പർ, ജെൻഡർ, ടെൻസ് അതൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ദസ് ദ ഇംഗ്ലീഷ് ഇൻഫ്ലക്ഷണൽ സഫിക്സ്, ഇപ്പോൾ ഗേൾസിലെ S makes it plural in form, but girl and girls are not two separate words അല്ല, belong to two separate word classes or with two different meanings അല്ല. പക്ഷേ ഒരേ ഫോം തന്നെ, ഇത് തന്നെ ടു സെപ്പറേറ്റ് വേർഡ്സ് അല്ല, പക്ഷേ അത് ഒരു ഫോമിൽ മാത്രമാണ് വ്യത്യാസമുള്ളൂ. ഗേളിനെ മാറ്റി ഗേൾസ് ആക്കി, ഇപ്പോൾ ഫോമിൽ വ്യത്യാസം വന്നുള്ളൂ, ക്ലാസ്സിന് വ്യത്യാസം വന്നില്ല. പക്ഷേ ഡെറിവേഷണൽ സഫിക്സസ് ഓൺ ദി അതർ ഹാൻഡ് ക്രിയേറ്റ് ന്യൂ വേർഡ്സ് ഫ്രം ദ സ്റ്റെം, പുതിയ വേർഡ്സ് ഉണ്ടാക്കുവാണ്. അതായത് ചൈൽഡ് എന്നുള്ള വേർഡിൽ നമ്മൾ ഹുഡ് ചേർക്കുമ്പോൾ ചൈൽഡ്ഹുഡ് ആവും ബൈ അറ്റാച്ചിങ് ദി ഡെറിവേഷണൽ സഫിക്സ് ഹുഡ്. ഡെറിവേഷണൽ സഫിക്സ് ആയിട്ടുള്ള, അപ്പോൾ ഡെറിവേഷണൽ സഫിക്സസ് യൂസ് ടു ഡിറൈവ് വേർഡ്സ്. ഹുഡ് എന്ന് പറയുന്ന ഡെറിവേഷണൽ സഫിക്സ് ചേർക്കുമ്പോൾ ചൈൽഡ്ഹുഡ് ആകുന്നു. അപ്പോൾ അതൊരു വേറെ വേർഡായി. ചൈൽഡ് കുട്ടിയാണെങ്കിൽ ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലം എന്നുള്ളൊരു അത് വന്നു. ക്ലാസ് ചേഞ്ചിങ് അത്. അപ്പോൾ ഡെറിവേഷണൽ സഫിക്സ് അങ്ങനെയാണ്, പുതിയ വേർഡ്സ് ഉണ്ടാക്കുന്നു. ഇൻഫ്ലക്ഷണൽ സഫിക്സ് പുതിയ വേർഡ്സ് ഉണ്ടാക്കുന്നില്ല, അതിൻ്റെ ഫോമിന് മാത്രം വ്യത്യാസം വരുന്നുള്ളൂ, ക്ലാസ് ചേഞ്ച് ചെയ്യുന്നില്ല. അതുപോലെ ഡു നോട്ട് ചേഞ്ച് ദ ക്ലാസ് ഓഫ് വേർഡ്. ഇപ്പോൾ ബോയ് ബോയ്സ് വന്നാലും പിന്നെ ഒക്കർ അറ്റ് എൻഡ് ഓഫ് വേർഡ്സ്, സാധാരണയായിട്ട് ഗേൾസ്, ബോയ്സ് പോലെ എൻഡ് ഓഫ് വേർഡ്സിലും ഇൻഫ്ലക്ഷൻ സഫിക്സസ് ആഡ് ചെയ്യുന്നത്. ക്യാൻ ബി അറ്റാച്ച് ടു ഓൾസോ, ഏത് സ്റ്റെമ്മിൻ്റെയും കൂടെയും അറ്റാച്ച് ചെയ്യാൻ പറ്റും ഇൻഫ്ലക്ഷൻ സഫിക്സസിന്. നോട്ട് ഫോളോഡ് ബൈ അനദർ സഫിക്സ്, അതായത് ഒരു സഫിക്സ് കഴിഞ്ഞ് ഒരിക്കലും ഫോളോ ചെയ്യുന്നില്ല. പക്ഷേ ഡെറിവേഷണൽ സഫിക്സ് അങ്ങനെയല്ല, ഒരു സഫിക്സ് കഴിഞ്ഞിട്ട് ഒരു സഫിക്സിൻ്റെ ഇതായിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഫോളോഡ് ബൈ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓർഗനൈസേഷണൽ എന്നുള്ള വേർഡാണ് ഓർഗൻ ഇസ് എന്ന് പറഞ്ഞൊരു സഫിക്സ് കഴിഞ്ഞിട്ട് വീണ്ടും ഷൻ എന്നുള്ള TION, പിന്നെ വീണ്ടും L അല്ലേ. അപ്പോൾ അങ്ങനെ ഡെറിവേഷണൽ സഫിക്സ് അങ്ങനെയാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ്. ഇൻഫ്ലക്ഷണൽ സഫിക്സ് ഡു നോട്ട് ചേഞ്ച് ദ ക്ലാസ് ഓഫ് എ വേർഡ്. ബോയ്സ്, ടോക്ക്ഡ്, ലൗഡറിലൊക്കെ വന്നാലും സം ഡെറിവേഷണൽ സഫിക്സസ് ചേഞ്ച് ദ ക്ലാസ്, ഓപ്പറേറ്റർ, വർക്കിലൊക്കെ. ഇനി ഇൻഫ്ലക്ഷണൽ സഫിക്സസ് ഒക്കെ വേർഡ് അറ്റ് ദ എൻഡ് ഓഫ് വേർഡ്സ് നമ്മൾ പറഞ്ഞു. അതായത് ലാഫ്, ലാഫ്ഡ്, പിന്നെ ഡാൻസസ്, സ്ലീപ്സ്, ഡ്രീംസ് അങ്ങനെയൊക്കെ വരുന്നു. പക്ഷേ കൈൻഡ് എന്നുള്ള വേർഡ് എടുക്കുകയാണെങ്കിൽ വി ഗെറ്റ് കൈൻഡ്ലി ബൈ അറ്റാച്ചിങ് ലി ആൻഡ് ദസ് ഡെറിവേഷൻ ഇസ് എ പ്രോസസ് ഓഫ് വേർഡ് ഫോർമേഷൻ ലൈക്ക് ഇപ്പം ഈ ഡെറിവേഷണൽ ഓഫീസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കൈൻഡിൻ്റെ അൺ ചേർത്ത് കഴിഞ്ഞപ്പോൾ അൺകൈൻഡായി. അപ്പോൾ ഇത് നമ്മൾ ഡെറിവേഷണൽ അഫിക്സ് തന്നെ രണ്ട് തരത്തിലുണ്ട്, ക്ലാസ് ചേഞ്ചിങ്ങും ക്ലാസ് മെയിൻറ്റെയിനിങ്. ഡെറിവേഷണൽ അഫിക്സ് തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ക്ലാസ് ചേഞ്ചിങ്ങും ക്ലാസ് ഡെറിവേഷനും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതെന്താണെന്ന് വെച്ചാൽ ഡെറിവേഷണൽ അഫിക്സസ് ആർ ഓഫ് ടു ടൈപ്സ്, ക്ലാസ് ചേഞ്ചിങ് ആൻഡ് ക്ലാസ് മെയിൻറ്റെയിനിങ് ഡെറിവേഷൻ. ക്ലാസ് ചേഞ്ചിങ് ഡെറിവേഷൻ ചേഞ്ച് ദ ക്ലാസ് ഓഫ് ദ വേർഡ്. ദസ് ഹാപ്പി എന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവ് ആണല്ലോ. ഈ അഡ്ജക്റ്റീവിൻ്റെ കൂടെ നെസ് എന്ന് പറയുന്ന അഫിക്സ് നമ്മൾ ചേർക്കുമ്പോൾ എന്തായി മാറിയത്? സഫിക്സ് ചേർത്തപ്പോൾ ഹാപ്പിനെസ് എന്നായി. അപ്പോൾ ഡെറിവേഷണൽ അഫിക്സ് എപ്പോഴും എങ്ങനെയാണ്? ഈ നെസ്സൊക്കെ ഡെറിവേഷണൽ അഫിക്സ് ആണ്. അതെങ്ങനെയാണ്?
ഹാപ്പി എന്ന വെർബ് മാറിയിട്ട് എന്ത് മാറി? ഹാപ്പി വെർബ് ആണ്, പക്ഷെ അത് ഹാപ്പിനെസ് നൗൺ ആയി അല്ലേ? അപ്പോൾ ലൈക്വൈസ് ഹ്യൂമനൈസ് ഇസ് എ വെർബ്, ബട്ട് ഹ്യൂമനൈസേഷൻ എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ക്ലാസ് മാറി, ഇറ്റ് ബിക്കംസ് എ നൗൺ. സോ ദർ ആർ ഡെറിവേഷൻസ്, പക്ഷേ ചില ഡെറിവേഷൻ സഫിക്സുകൾ ചേഞ്ച് ചെയ്യില്ല, ക്ലാസ് ചേഞ്ച് ചെയ്യില്ല, ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. അങ്ങനെയുള്ളതിനെയാണ് ക്ലാസ് മെയിൻറ്റെയിനിങ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് കൈൻഡ്. കൈൻഡിൽ നമ്മൾ അൺ ചേർത്ത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വലിയ ക്ലാസ്സിന് വ്യത്യാസമൊന്നും വന്നില്ല. അപ്പോൾ ഇറ്റ് റിമെയിൻസ്, അത് അഡ്ജക്റ്റീവ് തന്നെയായിട്ട്, കൈൻഡും അൺകൈൻഡും എല്ലാം അഡ്ജക്റ്റീവാണ് അല്ലേ? അപ്പോൾ അത് അഡ്ജക്റ്റീവ് തന്നെയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഡെറിവേഷൻ അഫിക്സസിന് തന്നെ ക്ലാസ് ചേഞ്ചിങ് ഉണ്ട്, ക്ലാസ് മെയിൻറ്റെയിനിങ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ ഡയഗ്രാം വെച്ച് നമുക്ക് നോക്കുവാണെങ്കിൽ മോർഫീം ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ ഫ്രീ മോർഫീം നമ്മൾ പറഞ്ഞു, ബൗണ്ട് മോർഫീം പറഞ്ഞു. ബൗണ്ട് മോർഫീം എന്ന് പറഞ്ഞാൽ അഫിക്സസ് ആണ്. ആ അഫിക്സിൽ തന്നെ പ്രിഫിക്സ് ഉണ്ട്, ഇൻഫിക്സ് ഉണ്ട്, സഫിക്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി സഫിക്സിൽ തന്നെ ഡെറിവേഷനിലുണ്ട്, ഇൻഫ്ലക്ഷനിലുണ്ട്. ഡെറിവേഷനിൽ തന്നെ ക്ലാസ് ചേഞ്ചിങ്ങും ക്ലാസ് മെയിൻറ്റെയിനിങ്ങും ഉണ്ട്. അതുപോലെ പ്രിഫിക്സിൽ തന്നെ ക്ലാസ് ചേഞ്ചിങ്ങും ക്ലാസ് മെയിൻറ്റെയിനിങ്ങും ഉണ്ട്. ഓക്കെ, ദിസ് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് അഫിക്സസ്. മോർഫീംസിന് നമ്മൾ ഒരു ബൗണ്ടറി ലെവൽ എന്ന് പറഞ്ഞൊരു ഷോർട്ട് നോട്ട് ഉണ്ട് അതിൽ. ബൗണ്ടറി ലെവൽ മീൻസ് there are two types of boundary level: morpheme boundary level and word boundary level. Morpheme boundary level is always represented by this symbol plus, and word boundary level by this symbol hash. And the example for morpheme boundary level is postal. That is found between the morphemes. Morpheme boundary level is found between the morphemes that make up the word. In some cases, a free stem and a suffix are joined by a morpheme boundary. In word boundaries occur between words. For example, pitiless. So pity എന്ന് പറയുന്ന വേർഡ് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ലെസ് എന്ന് പറയുന്ന സഫിക്സ് പറയുന്നത്. So there is a word boundary around the stem pity. Okay. നെസ്, NESS അതൊക്കെ വേർഡ് ബൗണ്ടറിയിൽ വരുന്നതാണ്. മോർഫീം ബൗണ്ടറിയിൽ നമ്മൾ ആ മോർഫീമിനോട് കൂടെ ചേർന്ന് അതിൻ്റെ പ്ലസ് ആണ് അതിൻ്റെ കൂടെ എഴുതുന്നതാണ് ഒപ്പേക്ക്, പോസ്റ്റൽ ഇതൊക്കെ. ഓക്കെ, let us see what is word formation in morphology. Word formation. There are several processes of word formation in English, by which the base may be modified. One word derived from a base may become the base for the formation of another word, and thus by reapplication we can form words of considerable complexity. For example, unhappiness എന്നുള്ള വേർഡ് എടുക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ്? ഹാപ്പി എന്ന് പറയുന്ന അഡ്ജക്റ്റീവ്, ഹാപ്പിനെസ് എന്ന് പറയുമ്പം അത് അഡ്ജക്റ്റീവ് എന്ന് മാറി എന്താവും? നൗൺ ആകും. ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ വീണ്ടും നൗൺ ആകും, പക്ഷേ അതിന് മുമ്പൊരു പ്രിഫിക്സ് ചെയ്തത് ആണ് അല്ലേ? അപ്പോൾ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് മിക്സിംഗ് പ്രോസസ് ഓഫ് വേർഡ് ഫോർമേഷൻ ഇൻ ദ സെയിം വേർഡ്. there are several kinds of word formation: compounding, derivation, clipping, പിന്നെ blending, back formation, acronymy, reduplicatives, conversion, and there are several onomatopoeia. There are several types of word formation. According to our convenience, we are discussing some types of word formation. First one is blending. Blending, from the word itself you understood that blending is a process in which two parts of two different words are blended to form a new word. ഒരു പുതിയ വേർഡ് ഉണ്ടാവാനായിട്ട് ഒരു two different wordsന്റെ two partsകൾ തമ്മിൽ blend ചെയ്യുന്നു. Words formed in this way are called blends. അങ്ങനെ വരുന്ന വേർഡ്സിനെ ബ്ലെൻഡ്സ് എന്ന് പറയുന്നു. യൂഷ്വലി ദ ഫസ്റ്റ് പാർട്ട് ഓഫ് വൺ വേർഡ് ആൻഡ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദി അതർ വേർഡ് ആർ ബ്ലെൻഡഡ് ടു ഫോം എ ന്യൂ വേർഡ് which will share the meaning of both the original words. But blends are also known as portmanteau words. I think we already learned the portmanteau morphine കുറിച്ച് നിങ്ങൾ പഠിച്ചല്ലേ? ബ്രഞ്ച് വരുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് ലഞ്ചിന് നമ്മൾ ബ്രഞ്ച് എന്ന് പറയുന്നു. അതുപോലെ സ്മോക്ക് ആൻഡ് ഫോഗ് അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് ലഞ്ച് ബ്രഞ്ച്, smoke and fog, smoke. So this is what is called a blending. Okay, so this is one type of word formation.
Okay. Next word formation technique is clipping. Clipping means shortening of one long word into a short word. മാത്തമാറ്റിക്സിന് നമ്മൾ മാത്സിന് ഷോർട്ടൻ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അതാണ് ക്ലിപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് ക്ലിപ്പിംഗ് എന്നോ അല്ലെങ്കിൽ അബ്രിവേഷൻ എന്ന് പറയും. ലോങ് വേർഡ് ഈസ് ഷോർട്ടൻ ബൈ കട്ടിംഗ് ഓഫ് പാർട്സ് ഓഫ് ഇറ്റ് ആൻഡ് വേർഡ് ദസ് ഫോംഡ് ഈസ് കോൾഡ് എ ക്ലിപ്ഡ് വേർഡ്. മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ കുറേ നാളുകളായിട്ട് മാത്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ എക്സാമിനേഷനെയാണ് നമ്മൾ എക്സാം എന്ന് പറയുന്നത്. ലബോറട്ടറിയെ ലാബ് എന്ന് പറയും. അഡ്വർടൈസ്മെൻറ്റിനെ നമ്മൾ ആഡ് എന്ന് പറയും. അങ്ങനെ ഇതെല്ലാം ക്ലിപ്പിങ്ങിന് എക്സാമ്പിളാണ്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ബാക്ക് ഫോർമേഷൻ ആണ്. ബാക്ക് ഫോർമേഷൻ വി ഓൾറെഡി ലേൺഡ് ദാറ്റ് how a noun is formed from a verb. അല്ലേ? അതായത് we have seen how a noun can be formed from a verb by adding a derivational suffix to it. As in ഇപ്പോൾ ടോക്ക്, ടോക്കിന്ന് ടോക്കർ എങ്ങനെ ടോക്കർ ഇസ് എ നൗൺ ആണ്. ടോക്ക് ഒരു വേർബാണ്. ടോക്ക് എന്ന വേർബിൽ നിന്ന് നമ്മൾ ER ചേർത്തിട്ട് അതിന് ടോക്കർ എന്ന നൗൺ ഉണ്ടാക്കുന്നു. ഡാൻസ് ചെയ്യുന്ന ഡാൻസർ. അപ്പോൾ അങ്ങനെ വർക്കർ ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊരു എന്താ ജനറൽ പാറ്റേൺ ഓഫ് വേർഡ് ഫോർമേഷൻ ആണ്. ഇതിൻ്റെ റിവേഴ്സ് പ്രോസസ്സ്, അതായത് ഫോമിങ് വേർബ്സ് ഫ്രം നൗണിൽ നിന്ന് വേർബ് ഉണ്ടാക്കുന്ന ആ റിവേഴ്സ് പ്രോസസ്സിനെയാണ്, അത് കോൺട്രഡി ടു ദി ജനറൽ പാറ്റേൺ ഓഫ് വേർഡ് ഫോർമേഷൻ ആണ്. അതിനെയാണ് ബാക്ക് ഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ബാക്കിലെ ഭാഗം മാത്രം എടുത്ത് പറയുന്നു. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഇതിൻ്റെ റിവേഴ്സ് പ്രോസസ്സ്. അപ്പോൾ ഫ്രം എഡിറ്റർ എന്ന വാക്കിൽ നിന്ന് നമ്മൾ എഡിറ്റ് എന്ന വേർബ് ഉണ്ടാക്കി. എഡിറ്റർ എന്ന നൗണിൽ നിന്ന്, റിവിഷൻ എന്ന നൗണിൽ നിന്നാണ് നമ്മൾ റിവൈസ് എന്ന വേർബ് ഉണ്ടാക്കിയത്. ഓക്കെ. അപ്പോൾ അതിനെയാണ് ബാക്ക് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് എക്രോണിം എന്നുള്ള വേർഡ് ഫോർമേഷൻ ടെക്നിക്കാണ്. അത് നമുക്കറിയാം, ഒരു ചെറിയ ഒരു ഷോർട്ട് ഫോമായിട്ട് നമ്മൾ ഉണ്ടാക്കുവാണ്. അതായത് ഇൻ ദിസ് പ്രോസസ് എ വേർഡ് ഈസ് ഫോംഡ് ഫ്രം ദ ഫസ്റ്റ് ലെറ്റേഴ്സ് ഓഫ് എ സീരീസ് ഓഫ് വേർഡ്സ്. ഒരു സീരീസ് ഓഫ് വേർഡ്സിൻ്റെ ഒരു വലിയ വേർഡായിരിക്കും, അല്ലെങ്കിൽ 3 വേർഡ്സ് കൂടി ഇതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സും എടുത്തിട്ട് നമ്മൾ അതിന് ഒരു ഷോർട്ട് ഫോം ഉണ്ടാക്കുവാണ്. അപ്പോൾ ദ ന്യൂ വേർഡ്സ് ആർ കോൾഡ് എക്രോണിംസ്. എക്രോണിംസ് pronounced as sequences of letters can be called alphabetisms. ഇങ്ങനെ എക്രോണിംസ് pronounced as sequences of letters അങ്ങനെ വരുന്നതിനാണ് ആൽഫബറ്റിസംസ് എന്ന് പറയുന്നത്. അതിൻ്റെ നല്ലൊരു എക്സാമ്പിളാണ് BBC. നമ്മൾ പറയുന്നത് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനെയാണ് നമ്മൾ ചുരുക്കപ്പേര് BBC എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ VIP, വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ, നമ്മൾ VIP എന്ന് പറയുന്നു, അല്ലേ? അപ്പോൾ അതെല്ലാം ഈ എക്രോണിംസ് ആണ്. മെനി എക്രോണിംസ് ആർ pronounced as words. ഇപ്പോൾ അത് ഉപയോഗിച്ച് എക്രോണിംസ് വേർഡ്സ് ആയിട്ടാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. റഡാർ ഉണ്ടല്ലോ, റേഡിയോ ഡിറ്റക്റ്റിംഗ് ആൻഡ് റേഞ്ചിങ്. അപ്പോൾ അതെല്ലാം നമ്മൾ അങ്ങനെ അതിൻ്റെ ഫുൾ ഫോം ഇപ്പോൾ പറയാറേ ഇല്ല. അത് പറഞ്ഞ് അതിൻ്റെ ഷോർട്ട് ഫോമാണ് ഉപയോഗിക്കുന്നത്. ദിസ് ഇസ് എക്രോണിം. ഓക്കെ. നെക്സ്റ്റ് വേർഡ് ഫോർമേഷൻ ടെക്നിക്കാണ് ഒനോമാറ്റോപിയ ഓർ എക്കോ വേർഡ് ഫോർമേഷൻ. നമ്മൾ ഒനോമാറ്റോപിയ എന്ന് പറയും. അത് നമ്മൾ എക്കോ വേർഡ് ഫോർമേഷൻ, അതിൻ്റെ ആ ഒരു വേർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണെന്നുള്ളത്. എക്കോയിസം ഈസ് ദ ഫോർമേഷൻ ഓഫ് വേർഡ്സ് ഹൂസ് സൗണ്ട് സജസ്റ്റ് ദർ മീനിങ്. ദാറ്റ് മീൻസ് ഒനോമാറ്റോപിയ ഈസ് ദ ഫോർമേഷൻ ഓഫ് വേർഡ്സ് ബൈ ഇമിറ്റേറ്റിംഗ് സൗണ്ട്സ്. അതായത് ഒരു സൗണ്ട്, ഇപ്പം പ്രകൃതിയിൽ കേൾക്കുന്ന ഒരു സൗണ്ട്, അത് ഇമിറ്റേറ്റ് ചെയ്തിട്ട് അതിനെ ആ ഒരു പേര് വെച്ച് വിളിക്കുന്നു. അങ്ങനെ വേർഡ് ഫോം ചെയ്യുന്നു. അതിനെയാണ് ഒനോമാറ്റോപോയിയ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഫോർമേഷൻ ഓഫ് വേർഡ്സ് ബൈ ദ എക്കോവിങ് ഓർ ഇമിറ്റേഷൻ ഓഫ് നാച്ചുറൽ സൗണ്ട്സ് ആകാം. അസോസ് കോസ് വിത്ത് മോഷൻ ഓഫ് ഒബ്ജക്ട്സ്. അതായത് എക്സാമ്പിൾ ഇപ്പോൾ ബുസ്, വിസ്, ഓർ ദ ക്യാരക്ടേഴ്സ് ക്രൈസ് ഓഫ് ആനിമൽസ്. ആസ് ഇപ്പം കിളികൾ കരയുന്ന കുക്കു എന്നുള്ള പേര്, ചെറുതല്ല ചിക്കാഡി, വിപ്പ്, വിൽ, അങ്ങനെ. Hence an echoism is a word that imitates or suggests the source of the sound that it describes. Common occurrence of onomatopoeias include animal noises such as oink, meow, പൂച്ചയുടെ ശബ്ദമായിട്ട്, roar, clang, murmur, thunder, etc. These all are examples. Cuckoo, murmur, buzz, meow, these all are examples. Onomatopoeias are not the same across all languages. They conform to some extent to the broader linguistic system they are part of. Hence the sound of a clock, ഒരു ക്ലോക്കിൻ്റെ സൗണ്ട് അപ്പോൾ എങ്ങനെ കാണിക്കാം? അതിന് ടിക് ടോക്ക് ഇൻ ഇംഗ്ലീഷ്.
അതുപോലെ തന്നെ അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് ടിക്ടോക്ക് എന്ന് പറയും. പക്ഷേ എന്താണ് വേറെ ഭാഷയിൽ അതിന് ഇപ്പം ജാപ്പനീസിലെ ക്യാച്ചിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചില ലാംഗ്വേജസിനനുസരിച്ച് വ്യത്യാസം വരാം ഈ ഒണോമാറ്റോപോയിക്ക്. കാരണം ഓരോരുത്തരും ഇമിറ്റേറ്റ് ചെയ്യുന്ന അനുസരിച്ചാണല്ലോ വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നെക്സ്റ്റ് വേർഡ് ഫോർമേഷൻ ടെക്നിക്ക്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് ഫോർമേഷൻ പറയുന്നത് ഒരു അബ്രിവേഷൻ എന്നുള്ള ഒരു കോമൺ നെയിമിനാണ് അറിയപ്പെടുന്നത്. പക്ഷെ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ അക്രോണിംസും അതുപോലെ തന്നെ ക്ലിപ്പിംഗ് എല്ലാം അതിൽ തന്നെ പെടും. അബ്രിവേഷൻ പലതരത്തിലുള്ള ചുരുക്കുന്നുണ്ട്. അതായത് ഒരു വേർഡിനെ പലതരത്തിൽ ചുരുക്കി പറയുന്ന പേരുകളെയാണ് അബ്രിവേഷൻസ് എന്ന് പറയുന്നത്. ഷോർട്ടനിങ് ഓഫ് വേർഡ്സ് ആൻഡ് ഫ്രേസസ്, അത് പലതരത്തിൽ നമ്മൾ ഷോർട്ടൻ ചെയ്യും. 3 തരത്തിലൂടെ പറയുന്നുണ്ട്. അബ്രിവേഷൻ ഈസ് എ ഷോർട്ടനിങ് ഓഫ് വേർഡ്സ് ആൻഡ് ഫ്രേസസ് ആൻഡ് occurs in 3 ബേസിക് ഫോംസ്. ഒന്ന് ഇനീഷ്യലിസം എന്നുള്ള അതിലാണ്. അതായത് ഈ അബ്രിവേഷൻ തന്നെ ഇനീഷ്യലിസം വഴി ചുരുക്കുന്നു. എന്താണ് ഇനീഷ്യലിസം എന്ന് വെച്ചാൽ എ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് pronounced such as സ്റ്റാൻഡിങ് ഫോർ ആൻ ഐഡിയ, ഗ്രൂപ്പ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിന് എക്സാമ്പിളാണ് നമ്മൾ ആദ്യം അക്രോണിമിൽ പറഞ്ഞ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനെ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ നമ്മൾ അതിൻ്റെ ആ ഓരോ വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം എടുത്ത് പറഞ്ഞു. ഫസ്റ്റ് ലെറ്ററാണ് എടുത്ത് പറഞ്ഞ് ലെറ്റർ വേറിട്ട് പറഞ്ഞു. നമ്മളിപ്പം യുനെസ്കോ പറയുന്ന പോലെയോ നേറ്റോ അങ്ങനെ പറയുന്ന പോലെയല്ല നമ്മൾ പറഞ്ഞത്. അല്ല, യുനെസ്കോ പറഞ്ഞത് എങ്ങനെയാണ്? ഫസ്റ്റ് ലെറ്റർ UNESCO എന്നല്ല പറഞ്ഞത്, അതിനെ ഒരുമിച്ചൊരു വേർഡാക്കി പറഞ്ഞു. അത് അക്രോണിമിൽ ശരിക്കും പെടും. മറ്റേ ഇത് വരുന്നത് ആൽഫബറ്റിസത്തിലാണ്. അതായത് ആൽഫബറ്റ്സ് മാത്രമായിട്ട് വേറിട്ട് പറഞ്ഞു. അങ്ങനെ ചുരുക്കി പറയുന്നത് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ, നമ്മൾ BBC എന്ന് പറയുന്നു. അത് ഒരു തരത്തിലുള്ള അബ്രിവേഷനാണ്. നെക്സ്റ്റ് തരത്തിലുള്ള അബ്രിവേഷൻ എന്ന് പറഞ്ഞാൽ മറ്റേ ക്ലിപ്പിംഗ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ ഷോർട്ടിങ് ക്രിയേറ്റഡ് ബൈ റിമൂവിങ് 1 or more സിലബിൾസ്. ഒരു വേർഡിൽ നിന്ന് കുറച്ച് സിലബിൾസ് ഒക്കെ മാറ്റിയിട്ട് നമ്മൾ ഷോർട്ട് ചെയ്യും. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ എന്താണ് നമ്മൾ ഷോർട്ട് എക്സാമിനേഷൻ, നമ്മൾ എക്സാം എന്ന് പറയുന്നത്. അതുപോലെ ടെലിഫോണിൽ നമ്മൾ ടെലി മാറ്റി ഫോൺ മാത്രം നമ്മൾ പറയുന്നുള്ളൂ. ഒമ്നി ബസ്സിൻ്റെ നമ്മൾ ഒമ്നി മാറ്റി ബസ്സേ പറയുന്നുള്ളൂ. ഇൻഫ്ലുവൻസയുടെ ഫ്ലൂ എന്നാ പറയുന്നുള്ളൂ. പ്രൊഫഷണലിൻ്റെ അങ്ങനെ പ്രോ എന്നേ പറയുന്നു. അങ്ങനെ പല വേർഡ്സ് അങ്ങനെയുള്ളതിനാണ് ക്ലിപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് രണ്ടാമത്തെ തരത്തിലുള്ള ഒരു അബ്രിവേഷനാണ്. മൂന്നാമത്തെ തരത്തിലുള്ള അബ്രിവേഷനാണ് നമ്മൾ ആദ്യം പറഞ്ഞത് അക്രോണിം. അതായത് അക്രോണിമിൽ തന്നെ BBC വരുമെങ്കിലും ശരിക്കും അതിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോംഡ് യൂസിങ് ദി ഇനീഷ്യൽ ലെറ്റേഴ്സ് ഓഫ് എ സീരീസ് ഓഫ് വേർഡ്സ് ഓഫ് വേർഡ് പാർട്സ് ആണ്. അതിന് എക്സാമ്പിൾ ശരിക്കും പറയുവാണെങ്കിൽ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് അപ്പം ആ ഇനീഷ്യൽ സെറ്റ് ഓഫ് ലെറ്റേഴ്സിനെ സെപ്പറേറ്റ് BBC പോലെ എടുത്തല്ല പറയുന്നത്, ഒരുമിച്ചൊരു വേർഡാക്കി പറയുന്നു. നേറ്റോ ഫോർ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനെയാണ് നേറ്റോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾ യുനെസ്കോയുടെ ഫുൾ ഫോം എന്താണ്? യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. അതിനെ നമ്മൾ UNESCO എന്നല്ല, മൊത്തത്തിൽ ആ ആൽഫബറ്റ്സ് മൊത്തം എടുത്തിട്ട് വേർഡാക്കി പറഞ്ഞു യുനെസ്കോ എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ തരത്തിലുള്ള ഒരു അബ്രിവേഷനാണ്. പക്ഷേ ഇതെല്ലാം അബ്രിവേഷൻസിലാണ് പെടുന്നത്. എല്ലാം അക്രോണിംസും ക്ലിപ്പിങ്ങും എല്ലാം ആൽഫബറ്റിസം എല്ലാം അബ്രിവേഷൻസിലാണ് പെടുന്നത്. പിന്നെ ഓക്കെ, അപ്പോൾ അതാണ് GNU എന്ന് നമ്മൾ പറയുമല്ലോ, അങ്ങനെയുള്ളതൊക്കെ ഇതിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ ലാസ്റ്റ് ടൈപ്പ് ഓഫ് വേർഡ് ഫോർമേഷൻ. there are also other types of word formation like പിന്നെ compounding, reduplication, etc. But we concentrated on these 6 types of word formation. Okay, this is about the section morphology. I think you all understood the topic well. If you have any doubts, please feel free to ask me. Thank you. Have a nice day.